ചാത്തമംഗലത്ത് ബോച്ചട്ടി ഫ്രാഞ്ചൈസിയുടെ പുത്തൻ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബോച്ചസാർ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പുത്തൻ ഡിഫൻഡറുമായിട്ടാണ് വന്നിറങ്ങുന്നത്. ചാത്തമംഗലം സബ് രജിസ്റ്റർ ഓഫീസറിൻ്റെ തൊട്ടടുത്തായിട്ടുണ്ടോ പുതിയ ഷോപ്പ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ ആയിരുന്നു ഉദ്ഘാടനം. അവൻ്റെ വീഡിയോ ആണ് കാര്യങ്ങളൊക്കെ ബാക്കി തുടർച്ചയായി കണ്ടോളി കേട്ടോ. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അല്പം വൈകി പോയി മാപ്പ് ചോദിക്കുകയാണ്. മഴയായതുകൊണ്ടും പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ അപ്പോയിൻമെന്റ് എടുത്തിട്ട് പലരും കൊണ്ട് മുമ്പിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവരെ കണ്ടില്ല, അതിനോട് അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് വൈകി പോയി. എന്നാലും മഴയത്ത് ഓരോരുത്തര ആൾക്കാർ ഇവിടെ കൂടിയിട്ടുണ്ട്. സന്തോഷം. ഇന്നിവിടെ ഈ ബോച്ചേറ്റിയുടെ ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി ഉദ്ഘാടനം ചെയ്യാൻ അതിയായ സന്തോഷമുണ്ട്. ഇന്ന് ഇവിടെയുള്ളവർക്ക് അടിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. 10 ലക്ഷമോ കാറോ അതുപോലെയുള്ള ആയിരക്കണക്കിന് പേർക്കുള്ള ക്യാഷ് പ്രൈസ് ഉണ്ട്. കുറച്ച് പേർക്കെങ്കിലും ഇവിടെ ഇന്ന് അടിക്കുമെന്ന് ആശംസിക്കുകയാണ്. പിന്നെ ഈ അവസരത്തിൽ എനിക്ക് നന്ദി പറയാണ് എല്ലാവർക്കും പറഞ്ഞു പോകേണ്ടത്. നമ്മുടെ സൗദി ജയിലിൽ നിന്ന് അബ്ദുറഹീമിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ തിരുവനന്തപുരം മുതൽ യാചിക്കാൻ റോഡിലിറങ്ങിയപ്പോ ആ വെയിലത്ത് എന്റെ കൂടെ ഒരുപാട് പേര് വന്നു. ഒരുപാട് പേര് പാർട്ടി ജാതി മതം നോക്കാതെ സംഭാവന ചെയ്തു. അതുകൊണ്ട് നമ്മൾ അബ്ദുറഹീമിന്റെ തല അറക്കാതെ അദ്ദേഹത്തെ രക്ഷിക്കാൻ മലയാളികൾക്ക് സാധിച്ചു. അത് ലോകത്തിൽ വലിയ സംഭവം വാർത്തയായിരിക്കുകയാണ്. കാരണം പിന്നെ അമേരിക്കയിൽ നിന്നൊരു സായിപ്പ് എന്റെ ജ്വല്ലറിയുടെ അടുത്തുള്ള അവിടെ മലയാളികൾക്ക് ഓഫീസാണ്. സായിപ്പ് വിളിച്ചിട്ട് പറഞ്ഞത്, ഇത് അമേരിക്കയിലാണെങ്കിൽ 34 കോടി പോയിട്ട് $34,000 പോലും കിട്ടില്ല. ലോകത്ത് ആദ്യമായിട്ടാണ് 34 കോടി കൊടുത്ത് നാട്ടുകാരൊരാളെ രക്ഷിക്കാൻ. അത്രയും മലയാളികളുടെ പുലിയാണ്, മാതൃകയാണ്, ബ്രാൻഡ് അംബാസഡർ ആയിരിക്കുകയാണ്, ലോകത്തിന് മാതൃകയായിരിക്കുകയാണ്. മാത്രമല്ല ആ പൈസ ഒന്നും കിട്ടിയില്ലെങ്കിൽ റോഡിലൂടെ തെണ്ടി ഇപ്പോഴും തെണ്ടിയായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സഹായിച്ചുകൊണ്ട് നമുക്ക് രക്ഷിക്കാൻ പറ്റി. എല്ലാവർക്കും കൂടെ അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റി. അതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. വേറെ സുഖമാണല്ലോ. അപ്പൊ ഓക്കെ, പാർട്ട്ണറോട് ഒന്ന് സൈഡ് കൊടുക്കേ. പെർമിഷൻ അപ്പൊ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് സെയില് നടത്താണ്. ബാക്കിയുള്ളവർക്കൊക്കെ ഇവിടെ
പാർട്ട്ണർ നമ്മുടെ മോലാഴ്ചകളിൽ ചെയ്തോളൂ. ആദ്യത്തെ സെയിൽ ഞാൻ നടത്തുകയാണ്. ഇന്ന് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ മോർച്ച ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ആദ്യത്തെ സെയില് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ബാബുമോൻ നൽകിക്കൊണ്ട് മോർച്ച ആദ്യത്തെ ഉദ്ഘാടനം ചെയ്യുന്നു. രണ്ടാമത്തേത് ഹിന അന്യൻ ശിഹാബിന് നൽകുകയാണ്. അടുത്തത് ഹിന അന്യൻ. ഒരാൾ ഫോട്ടോ എടുക്കാനുണ്ട്, ഫോട്ടോഗ്രാഫർ. ഇതുവരെ നമ്മുടെ ഈ ചടങ്ങിന് ആങ്കറിംഗ് നടത്തിയ പിന്നെ ഷിഹാബ് ഏറ്റുവാങ്ങുന്നു. മൂന്നാമത്തെ സെയില് പിന്നെ നമ്മുടെ ഇതുവരെ ഈ ചടങ്ങിന് ആങ്കറിംഗ് നടത്തിയ ചെറിയ മോൾക്ക് ബോർഡ് കൈമാറുകയാണ്. മൂന്നാമത്തെ സെയിൽ ആരാ? ഹിന. മിക്കവാറും 4ാം ക്ലാസ്സുകാരി ഹിന ഈ 10 ലക്ഷത്തിനകത്ത് കൊണ്ടുപോകുന്നത് തോന്നുന്നു. ഇന്നലെ ഞാൻ വീഡിയോയിൽ വന്നിരുന്നു, ഒരു കാറ് കൊടുക്കാൻ വേണ്ടി. കാർ അടിച്ചിട്ടുണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ്, പുളിക്കലായിരുന്നു. അപ്പൊ ഇന്ന് കാറോ 10 ലക്ഷം എന്തെങ്കിലും കൊണ്ടുപോകുന്നതാണ് അല്ലേ? എന്തായാലും ഇവിടെ കുറെ പേർക്ക് പ്രൈസ് അടിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ ഇതിന്റെ അറിയാലോ അല്ലേ, ഇതിന്റെ മുകളിൽ കൂപ്പണുണ്ട്. ഈ കൂപ്പൺ എടുത്തിട്ട് ചായയിലിടരുത്. വെള്ളം തിളപ്പിക്കുമ്പോ പൊടി മാത്രം ഇട്ടാൽ മതി. ഇതിന്റെ മുകളിൽ കൂപ്പുണ്ട്, എല്ലാം കൂടെ ഇടരുത്. QR കോഡ് സ്കാൻ ചെയ്യണം, അറിയാത്തവരൊന്നും പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഫോണിന് ടിക്കറ്റ് വരും. രാത്രി 10:00 എല്ലാ ദിവസവും നറുക്കെടുപ്പ്. 25 കോടി, 10 ലക്ഷം, കാറ്, ഐഫോൺ, സമ്മാനങ്ങളാണ് പല ദിവസങ്ങളിലായിട്ട് നൽകുന്നത്. ഇതിന്റെ വേറെ നറുക്കെടുപ്പുണ്ടോ? പിന്നെ ഇവിടെ ഈ ഫംഗ്ഷനിൽ വെച്ച് 1ാം സമ്മാനം അർഹനാകുന്ന ടിക്കറ്റിന് 10 പാക്കറ്റ് സൗജന്യമായി നൽകുന്നതാണ്. 2ാം സമ്മാനം 5 പാക്കറ്റ്, 3ാം സമ്മാനമായി 3 പാക്കറ്റും ഇത് ഇവിടെ വെച്ച് വിതരണം ചെയ്യുന്നു. കൂപ്പൺ എടുക്കുന്നതിന് വേണ്ടി കോച്ച് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇത് 1ാം സമ്മാനത്തിന് അർഹമായ കൂപ്പൺ നമ്പർ, പേര് സിറാജ്, ഫോൺ നമ്പർ 9656656601. അതിന്റെ നറുക്കെടുപ്പിലൂടെ സമ്മാനം അടിച്ചിരിക്കുകയാണ്. എന്താണ്
സിറാജിന് സമ്മാനം അടിച്ചിട്ടുണ്ട്. ബാക്കി അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പൊ ഇനി ലക്ഷങ്ങൾ കയറി മിക്കവാറും അടുത്തടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ തീരാ കൊണ്ടുപോകോ ആള് കൊണ്ടുപോകുന്ന അറിയില്ല. എന്തായാലും പിടിച്ചോ. നല്ലൊരു കയ്യടി. താങ്ക് യു സിറാജ്. രണ്ടാം സമ്മാനത്തിന് അർഹമായ കൂപ്പൺ പേര് സിറ്റി, ഫോൺ നമ്പർ 93882025. ഇത് പ്രശ്നമാണ്. ഇവിടെ സ്ഥലത്തുണ്ട്. അദ്ദേഹത്തിന് രണ്ടാം സമ്മാനമായ 5 പാക്കറ്റ്. അല്ല, ഇത് മൊത്തം കുടുംബക്കാരെന്നെയാണോ? ഈ കൂപ്പണൊക്കെ നിങ്ങൾ തന്നെയാണ്, എല്ലാവരും കുടുംബക്കാരാണ്. മൂന്നാമത്തെ നറുക്കെടുപ്പ്. മൂന്നാമത്തെ നറുക്കെടുപ്പിൽ നൗഫൽ ഫോൺ നമ്പർ 7907330920. ചാത്തമംഗലം സ്വദേശിയാണ് നൗഫൽ. സ്ഥലത്ത് ഉണ്ടെങ്കിൽ ഇതാ ബോച്ചയോട് നിങ്ങൾക്ക് 3ാം സമ്മാനം കൈപ്പറ്റാവുന്നതാണ്. സമ്മാനം ഏറ്റുവാങ്ങിയ സിദ്ദീഖ്. അപ്പൊ ഇനി നമ്മളെ ഈ ഒരു ചെറിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ കോച്ചയ്ക്ക് നമ്മളൊരു കയ്യിൽ കൊടുക്കണ്ടേ? ഇവിടെ ചെയ്തു കൊടുക്കുന്നത് മുഹമ്മദ് അലിയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതുപോലെയുള്ള മനസ്സൊക്കെ മറ്റുള്ളവരോട് കരുണ കാണിക്കുക. മുഹമ്മദ് അലി ഇവിടെ മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ആളാണ് ഇതിനു വേണ്ടുന്ന സപ്പോർട്ട് ചെയ്തു കൊടുത്തിരുന്നത്. ഇവർക്കിത് ഒരു റഷീദ ഒരു വലിയൊരു ഉപജീവന മാർഗമാണ്. തീർച്ചയായിട്ടും അടിച്ചു കയറട്ടെ. മാസം 50,000 മുതൽ 2 ലക്ഷം വരെ പലരും സമ്പാദിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഉത്തരവാദിത്തമൊക്കെ വേണം. വരുമ്പോ എപ്പോഴും തുറന്നിരിക്കണം. ആൾക്കാർ വരുമ്പോ നല്ല രീതിയിൽ കൊടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്യണം. നന്നായിട്ട് ചെയ്യുന്നവർക്ക് നന്നായിട്ട് ചെയ്യണം. നമ്മളിതിന് ഏത് ബിസിനസ് എന്ന് പറഞ്ഞാല് നമുക്കൊരു ഉത്തരവാദിത്തം, ജനങ്ങളോടുള്ള ഒരു കടപ്പാട് ഒക്കെ എല്ലാം ഇതിന്റെ ഭാഗമാണ്. പിന്നെ മറ്റുള്ളവരെ അപേക്ഷിച്ചുള്ളൊരു ഗുണം, ഇത് നമ്മൾ പരസ്യം ചെയ്യാനും പിടിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ആൾക്കാർ ഇങ്ങനെ അറിയുന്നതിനനുസരിച്ച് ഓരോ ദിവസം കൂടി വരുന്നതാണ്. ഞാൻ ചില വീടുകളിൽ ഫ്രാഞ്ചൈസി കൊടുത്തിട്ടുണ്ട്, കടകളിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 400ഓളായി. എല്ലായിടത്തും മുമ്പിൽ ആൾക്കാരാണ്. കാരണം ഇതിന്റെ ഉള്ളിലൊരു ബോംബുണ്ട്. അതുകൊണ്ടാണ്. ചായപ്പൊടി ഇഷ്ടം പോലെ കിട്ടും. പക്ഷെ ചായപ്പൊടി സൂപ്പറാണ്. മാത്രമല്ല ഡെയിലി രാത്രി അത് രസമാണല്ലേ. രാത്രിയാവുമ്പോൾ ഇങ്ങനെ കാത്തിരിക്കുന്ന നോക്കുക. ഇന്ന് കിട്ടിയില്ല നാളെ, ഇല്ലെങ്കിൽ മറ്റന്നാ, ഇടയ്ക്കിടയ്ക്ക് കിട്ടുക. അതുകൊണ്ട് കച്ചവടം പ്രകൃതിയായിട്ട് എല്ലാവർക്കും നടക്കുന്നുണ്ട്. ആൾക്കാർ അന്വേഷിച്ച് വരുന്നുണ്ട്. ആദ്യം മാത്രം ഞാൻ പറയുന്നത് ജനങ്ങൾ അറിയാൻ വേണ്ടി ഒരു 10,000 നോട്ടീസ് അടിച്ച് ചുറ്റുപാട് വീടുകളിൽ എല്ലാവർക്കും ഒന്ന് കൊടുക്കുക. അപ്പൊ എല്ലാവർക്കും അറിയാം. ആ മാറ്ററുകളൊക്കെ ഇവിടുന്ന് പറഞ്ഞു തരും. എന്നിട്ട് അത് അടുപ്പിച്ചിട്ട് കൊടുക്കുക. ഒരു 10,000 നോട്ടീസ് കൊടുക്കുക. നല്ല കച്ചവടം വരുമ്പോൾ എല്ലാവരും അറിയും. എന്നിട്ട് അത് മറന്നു പോകാതിരിക്കും. 3 മാസം കൊടുക്കും. ചെറിയ പൈസ ചെലവാക്കുക. സോഷ്യൽ മീഡിയയിലൂടെ 500 രൂപ കൊടുത്തിട്ട് ബൂസ്റ്റ് ചെയ്യുക. അതിന് ചെറിയ മാർക്കറ്റിംഗ് കൊടുത്തു. അടിച്ചിട്ടുണ്ടോ? 10 ലക്ഷം ഇവിടെ തന്നെ. തൊണ്ടൽ തന്നെ 10 ലക്ഷം കിട്ടിയിട്ടെന്ന് പറഞ്ഞു. ഇത് ഒരുപാട് 10 ലക്ഷം അടിക്കട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ മാർക്കറ്റിംഗ്, സെയിൽസ്, ചെറിയ കാര്യങ്ങൾ ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോ ഒരുപാട് ആൾക്കാർക്ക് അത് ഓർമ്മയിലുണ്ടാവും, വന്നുകൊണ്ടിരിക്കും. പിന്നെ ചായ കുടിക്കാത്തവരില്ല. ഡെയിലി 3 നാളിൽ എല്ലാവരും കഴിക്കും. കുടിച്ചു നോക്കിയിട്ടുള്ളവർക്ക് അറിയാം. ഇവിടെ ഉണ്ടെങ്കിൽ നല്ല ചായ. ഇതുവരെ ഒരാൾ പോലെ അഭിപ്രായം പറഞ്ഞില്ല. എന്നെ പോലെ സൂപ്പർ സ്ട്രോങ് ആണ്. അപ്പൊ എല്ലാ ജനങ്ങളും ഉണ്ടാവട്ടെ. നന്നായി കച്ചവടം ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കട്ടെ. നിങ്ങൾക്ക് കാശ് കിട്ടുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പാവങ്ങൾക്ക് കൊടുക്കുക. അങ്ങനെ എല്ലാവർക്കും ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുക.
ഈ നമ്മള് ഞാനിപ്പോ ഈ ചിലപ്പോ എന്റെ ഫ്രണ്ട്സൊക്കെ ഈ ഫോറിനിലുള്ളവരൊക്കെ കളിയാക്കും. നമ്മള് ഈ കേരള ഗോഡ്സ് ഓൺ കൺട്രിയാണ് വിത്ത് ഡെവിൾസ്. നമ്മൾ മലയാളികളെ കളിയാക്കണം ഗോഡ്സ് ഓൺ കൺട്രി വിത്ത് ഡെവിൾസ്. അപ്പൊ ഞാൻ പറയുക നമ്മുടെ സഹോദരന്മാരാണ്, മലയാളികളാണ്. അവരുടെ വികാരം എന്താന്ന് വെച്ചാല് നമ്മള് ചാൻസ് കിട്ടി അങ്ങനെ ഇവിടുന്ന് പറയും ചെളിവാരികൾ അതൊക്കെ ഉണ്ടാവും. അതൊക്കെയാണെങ്കിലും ഈ തമാശകളൊക്കെ വിട്ടിട്ട് ഒരു ജീവന്റെ പ്രശ്നം വന്നപ്പോ മറ്റൊരു രാജ്യത്ത് നമ്മളുടെ മലയാളി സഹോദരനെ കൊണ്ടുപോയി തല അറക്കാൻ കൊടുക്കാതെ ഇവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരും ഒന്നിപ്പിച്ചിട്ടുള്ള ആ കഥ ഞാൻ പറഞ്ഞത് ഒരു മലയാളി മാത്രമാണ്. നമ്മളെ പലരും കളിയാക്കാറുണ്ട് മലയാളികളെ, പറയാറ് മറ്റേതാണ്. പക്ഷെ അത് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് മലയാളികൾ. അതിന് പ്രത്യേകം വീണ്ടും ഒരു നന്ദി പറയുന്നു. മൊബൈൽ വാ. കയറല്ലേ ഷോപ്പിനുള്ളിൽ കയറല്ലേ? മൂന്നൂറല്ല 120 പൈസ പോകും. അല്ല ദീജ ചെറിയ കച്ചവടം നടക്കട്ടെ. ഇനി നോക്കണ്ട, ഒന്ന് ഉറക്ക കരഞ്ഞിന് ഞാൻ സെറ്റാക്കി തരുന്നില്ല. ആദ്യം കുറച്ച് ആദ്യം നമുക്ക് ഉള്ളൊക്കെ ചെയ്യിച്ച